നാടൻ രീതിയിൽ പറയുമല്ലോ, ആകാശം ഇടിഞ്ഞു വീണാലും ശരി നടക്കുമെന്ന്. ഞാനും അതുപോലെ തന്നെ പറയുകയാണ്. ആകാശം ഇടിഞ്ഞു വീണാലും ശരി ഈ താലികെട്ട് നടന്നിരിക്കും. അല്ല, ഇനി എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കല്യാണം നടക്കാതെ പോകുന്ന പേടിയല്ലതുകൊണ്ടോ? ഒരു പേടിയുമില്ല. ആരും അങ്ങനെ പേടിപ്പിക്കാനും നോക്കണ്ട. എന്താ സർ, എന്താ അയാൾ പറയുന്നേ? ഹേയ്, ചുമ്മാ ഒരു വട്ടൻ, അത്രേ ഉള്ളൂ. അല്ല സർ, എനിക്കെന്തോ പേടി തോന്നാ. സാർ എന്ന് പറഞ്ഞ പോലെ അയാളെ പേടിക്കേണ്ടിയിരിക്കുവോ? ഹേയ്, ഞാൻ പറഞ്ഞില്ലേടോ, ഞങ്ങൾ പഴയ ഫ്രണ്ട്സാന്നേ. അതിന്റെ ഒരു സ്വാതന്ത്ര്യ. ചുമ്മാ തമാശ കുറച്ചില്, അത്ര തന്നെ. താൻ കിടക്കാൻ നോക്കും. സർ, എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട്. കിടക്കാനല്ലേ പറഞ്ഞത്. ചുമ്മാ ആവശ്യമില്ലാത്ത ഒന്നും ആലോചിക്കണ്ട. അറിയാലോ, നാളെ മുതല് ഞാൻ അഖിലേട്ടനാ. അപ്പോ വീണ്ടും ഗുഡ് നൈറ്റ്. അപ്പോ എല്ലാം പക്ക? അതെ, പക്ക, നന്നായിട്ടുണ്ട്. ഏട്ടാ, ആ കാറ്ററിംഗിന്റെ ആൾക്കാരാ. ഹലോ സാറേ, ഭക്ഷണം 11 മണിയാകുമ്പോ മതിയല്ലോ അല്ലേ? അത് ഏട്ടാ, ഫുഡ് 11 മണിയാകുമ്പോ മതിയല്ലോ. മതി മതി. പിന്നെ 11 മണിക്ക് തന്നെ എത്തണേ, ലേറ്റ് ആവല്ലേ? ഇല്ല, കൃത്യസമയത്ത് എത്തിക്കോളാം. ശരി. എടാ, ഫുഡൊക്കെ അകത്ത് വിളമ്പാലോ അല്ലേ? അത് മതി ഏട്ടാ. The Panchayat Raj system. It is responsible for the planning out. അപ്പോ നീ ഇതുവരെ റെഡി ആയില്ലേ? ഞാൻ 5 മിനിറ്റുള്ളിൽ റെഡി നീ ആയിട്ട് 10 മിനിറ്റിനകം റെഡി ആയിക്കോ, ഇല്ലേ ഞാൻ അടിയാൻ തരും. വാസുവേട്ടാ, എന്താ ദേവകി? നീ ഇതുവരെ റെഡി ആയില്ലേ? പോണ്ടേ നമ്മക്ക്? വാസുവേട്ടാ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം ഇന്ന്. അപ്പോ ശ്യാമയ്ക്ക് നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? പക്ഷെ ദേവകി നമ്മുടെ കയ്യില്. വാസുവേട്ടാ, എന്താ ദേവകി ഇത്? കുറച്ച് രൂപയാ വാസുവേട്ടാ. നിനക്കെവിടെ നീ പൈസ? വാസുവേട്ടന് ഇടയ്ക്ക് എനിക്ക് തരാറുണ്ടായിരുന്ന ചെറിയ തുകകളൊക്കെ കൂടി ഞാൻ ശേഖരിച്ചു വെച്ചിരുന്നതാ, ആ ജയന്തിയുടെ കണ്ണിൽ പെടാതെ. ഇതുപോലൊരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി. വാസുവേട്ടന് ഈ തുക അഖിൽമോന്റെ കയ്യിൽ കൊടുക്കണം. ഇല്ല ദേവകി, ഈ പണം നീ തന്നെ കൊടുത്താ മതി. ഇത് കൊടുക്കാനുള്ള അർഹത നിനക്ക് തന്നെയാ. വാസുവേട്ടൻ എന്തീ പറയുന്നേ? ഇത് വാസുവേട്ടന്റെ തന്നെ പണ. ഞാൻ ഇത് സൂക്ഷിച്ചിരുന്നേ ഉള്ളൂ. ഇത് വാസുവേട്ടൻ വേണം കൊടുക്കാൻ. എതിർത്തൊന്നും പറയരുത്. സത്യം പറഞ്ഞ എന്റെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മുടെ മോള് വലിയൊരു സ്ഥാനത്തെത്തി. ഇപ്പതാ അകന്നു നിന്ന വസുന്ധരാമ അവളെ അംഗീകരിക്കുകയും ചെയ്തു. നമ്മുടെ മോളെ അവൾ ആരാധിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയൊന്നും കൈവിട്ട് കളയില്ല ദേവകി. അല്ല, അരവിന്ദനും ജയന്തിയൊക്കെ റെഡിയായോ? അവര് റെഡിയാവുന്നേ ഉള്ളൂ. അച്ഛാ, നീ റെഡിയായോ? ജയന്തി എന്തിയടാ? ഇവിടെ ഉണ്ടായിരുന്നില്ല.
ഞാൻ നോക്കട്ടെ. ആ പെട്ടെന്ന് റെഡിയാ, പോവാം, സമയമായി. വാ ദേവകി, നമുക്ക് റെഡിയാവും. ഡേയ്, നീ എന്താ റെഡി ആവുന്നില്ലേ? ഇനി അരവിന്ദേട്ടൻ എത്ര തലകുത്തി മറിഞ്ഞാലും ശരി, ഞാൻ ഈ കല്യാണത്തിന് വരാൻ പോകുന്നില്ല. കല്യാണം അല്ലല്ലോ, ശാന്തി മുഹൂർത്തം അല്ലേ. ശാന്തി മുഹൂർത്തത്തിനെ അച്ഛനും മക്കളും കൂടി അങ്ങ് പോയാ മതി. മരുമകള് വരുന്ന പ്രശ്നമേ ഇല്ല. ജയന്തി, നീ ആ പഴയ ദേഷ്യം വെച്ച് വിലപേശേണ്ട സമയമല്ല ഇത്. എടി, നീ പെട്ടെന്ന് റെഡിയായേ. നീ വന്നില്ലെങ്കിൽ അവിടെ എല്ലാരും ചോദിക്കും. ആ അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം. അവിടെ എല്ലാവരും ചോദിക്കും. അപ്പൊ എഴുന്നള്ളിപ്പിന് ആനയെ നിർത്തുന്ന പോലെ ആളെ കാണിക്കാൻ വേണ്ടി ഞാൻ എവിടെ വേണം അല്ലേ? എനിക്കേ സൗകര്യമില്ല. നിങ്ങൾ 4 പേരും കൂടി അങ്ങ് പോയാ മതി. ആൾക്കാർ ചോദിക്കുമ്പോ എന്തേലും കള്ളം കൈന്നിട്ട് പറഞ്ഞാ മതി. അല്ല, കള്ളം പറയാൻ വിദഗ്ധനാണല്ലോ. ജയന്തി, നോക്ക്, നല്ലൊരു ദിവസം നീ ആയിട്ട് അലങ്കോലമാക്കരുത്. നീ വന്നേ പറ്റൂ. ഇങ്ങനൊരു ദിവസം വരുമെന്നേ നിങ്ങളുടെ അനിയത്തി ഓർക്കണമായിരുന്നു. അന്ന് ഞാൻ 2 ദിവസം അവിടെ നിന്നപ്പോ എന്നെ ഓടിച്ചുവിടാൻ എന്തൊരു ധൃതിയായിരുന്നു അവക്ക്. ജയന്തി, കഴിഞ്ഞതൊക്കെ പോട്ടെ. നീ വന്നേ പ്ലീസ്. ഞാനതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വരുന്നു. എന്ത് വേണോ ചെയ്യൂ അല്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് മുമ്പൊരിക്കലും വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ ആ കമ്മല്, കല്ല് വെച്ച കമ്മല്, അത് വാങ്ങിത്തരണോ എനിക്ക്. ജയന്തി, നീ എന്നെ പരീക്ഷിക്കാതെ. ആ കമ്മല് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. ഓ, ഓഫീസിൽ നിന്ന് ആരോടെങ്കിലും കടം വാങ്ങിക്കൂടെ? അല്ലെങ്കിൽ ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ടല്ലോ, ആ ചിട്ടി അങ്ങ് പിടിച്ചാ പോരെ. ഇനി ചിട്ടി ആയാലും ശരി, പാട്ടോ ആയാലും ശരി, കമ്മല് വാങ്ങാമോ? ഞാൻ കല്യാണത്തിന് വരാം. ശരി, ഞാൻ വാങ്ങിത്തരാം. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ഉറപ്പാണോ? ഓ, ഉറപ്പ്. ദേ അരവിന്ദേട്ടാ, അരവിന്ദേട്ടനെ കൊണ്ടേ കാശ് ചെലവാക്കിക്കാനല്ല ഞാൻ കമ്മല് വാങ്ങിത്തരാൻ പറഞ്ഞത്. ശ്യാമയോട് എനിക്ക് തോക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. എന്താ ഏതാന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നീ വേറെ റെഡിയാവോ നോക്ക്. ചൂടാവാതെ അരവിന്ദേട്ടാ, വാ വാ. എന്റെ അമ്മമ്മയുടെ ചിമിക്ക് കമ്മൽ. അതിങ്ങത് നിങ്ങൾ നേരത്തെ തുടങ്ങിയോ അലങ്കാരമൊക്കെ? എങ്ങനെയുണ്ട് അച്ഛാ? സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോ ഞങ്ങളുടെ അച്ഛന് ഒന്നുകൂടെ ഒന്ന് താലിയിട്ടേ കൊള്ളാന്ന് തോന്നുന്നുണ്ടോ? വസു, നമുക്കൊന്ന് ഇരുന്നാലോ? അനന്തേട്ടാ, ഞാന് പുടവ എടുത്തിട്ട് വരട്ടെ. ചോദിക്കാനുണ്ടോ? പെട്ടെന്ന് എടുത്തോണ്ട് വാ. അതെ, ഈ വിളക്കൊന്ന് നിർത്തി. തീപ്പെട്ടി. എടാ, തിരി നീട്ടി വെക്കേ. അനന്തേട്ടാ, ഇതെവിടെയാ വെക്കണ്ടേ? ഇവിടെ വെക്കാം. അതെ. വസുന്ധരെ, അപ്പച്ചി, അപ്പച്ചി അടുക്കള കയറിക്കോ. ഞാൻ അടുക്കള കയറാൻ റെഡി ആയിട്ട് നിൽക്കുക. ഇന്നത്തെ ചടങ്ങ് കഴിയുന്നതോടെ എന്റെ ഒരു വലിയ ഉത്തരവാദിത്തം തീരുക. ശ്യാമയുടെ അച്ഛനും അമ്മയും പുറപ്പെട്ട് കാണൂ. അവര് തിരിക്കാറായിട്ടുണ്ടാവും. മോളെ, ഇങ്ങ് വാ, ഒരു കൈസഹായത്തിന് വാ. എല്ലാം കത്തിച്ചോ?
ഇലക്ട്രിക്കാരെ വിളിച്ചായിരുന്നു. അതൊക്കെ കൃത്യസമയത്ത് എത്തുവച്ചാ. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ആ നീ കത്തിക്ക്. അതെ, മുഹൂർത്തത്തിന് മുമ്പേ വെള്ളം വല്ലതും കുടിക്കണോ ആർക്കെങ്കിലും? ഒന്നും വേണ്ട അപ്പച്ചി, ഈ ചടങ്ങൊന്ന് കഴിയട്ടെ. അല്ല വസു, മുഹൂർത്തത്തിന് സമയാവാറേ. അവരിതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ശരിയാണല്ലോ. അവര് വരുവച്ചാ. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കേ. അച്ഛാ, അവരിങ്ങോട്ടല്ലേ വരുന്നത്. അധികം ദൂരെയൊന്നും പോണ്ടല്ലോ. ഇവിടെയല്ലേ കല്യാണം. ആ അച്ഛാ, ഞാനിപ്പോ വരാം. ആനന്ദേട്ടാ, ആ വിളക്ക് കത്തിക്കണ്ടേ? ഇപ്പൊ വരാടാ. എടാ ഒന്ന് സഹായിക്കും. അല്ല വസു, എല്ലാരും റെഡിയായി വന്നല്ലോ. അമൃത എവിടെ പോയി? ആ, അത് ശരിയാണല്ലോ. ആനന്ദേട്ടാ, ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാം. ആ ശരി. നവവധുവിന് ഇങ്ങനെ ഒരു പ്രഭ കാണുന്ന ഇപ്പോഴാ മനസ്സിലാക്കുന്നത്. ഈ കല്യാണ വേഷവും തന്റെ മുഖത്തെ ഈ സന്തോഷവും കൃത്യമായിട്ട് അങ്ങ് ചേർന്ന് കിടക്കുക. സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ തോന്നുന്നേ. എന്നെ വിവാഹം കഴിക്കാനായി എത്തിച്ചേർന്ന നവവരൻ. നമ്മളെ പോലൊരു അവസരം ഈ ഭൂമിയിൽ തന്നെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവുന്ന എന്റെ സംശയം. അതെ സർ, സത്യം. ആ ആ സമയായി, നമുക്ക് താഴേക്ക് പോ. അവിടെ ഒരുക്കങ്ങളൊക്കെ എന്തായെന്ന് നോക്കാം. അതെ, എനിക്ക് ഒരു ചമ്മല. സാറ് പൊയ്ക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വാടോ ഇങ്ങോട്ട്. ആ സർ, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ശമയ പൂ. സർ, സർ. സാരമില്ല, അറിയാതെ കൈതട്ടി വീണതല്ലേ. സാരമില്ല. എനിക്കെന്തോ പേടി തോന്നുന്നു സർ. പേടിയോ? ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്താതെ. താൻ വന്നേ, ഒരുക്കങ്ങൾ എന്തായെന്ന് നോക്കാം. ഒരു മിനിറ്റ്. കൃഷ്ണ, കൈവിടല്ലേ. വാ. ആദി, എന്താ അമ്മേ? അമൃത എവിടെ? അവളെ കണ്ടില്ലല്ലോ. അവള് താഴെ കാണും. അവിടെ ഒന്നും കണ്ടില്ല. ഞാൻ ഉണർന്നപ്പോഴേ അവളെ കണ്ടില്ല. ഞാൻ കരുതി താഴെ കാണുമെന്ന്. മനസ്സൊക്കെ മാറിക്കാണുന്ന സന്തോഷത്തിലാണ് ഞാൻ നിന്നെ. അല്ല, അമ്മ നോക്കിയാൽ മതി, താഴെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനും വരാം. വന്നേ. ഏട്ടന്മാരൊരിക്കൽ കതിർമണ്ഡപം. നന്നായിട്ടുണ്ടല്ലേ? ആലോചിച്ച് നോക്കി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞ ഞാൻ ചമ്മി വിളറി നിക്ക. എനിക്കാണെങ്കിൽ എത്ര വേഗം ഈ ചടങ്ങുന്ന. രണ്ടാളും കൂടി കതിർമണ്ഡപമൊക്കെ കണ്ട് രസിച്ചങ്ങ് നിൽക്കുക അല്ലേ? ആ, ഞങ്ങളിത് കണ്ട് രസിക്കായിരുന്നു. എന്താ ഏട്ടാ, എന്താ കാര്യം? എന്താ ഏട്ടാ?
എന്താ അമ്മേ? അത് അമൃതയെ കാണുന്നില്ല മോളെ. അമൃത എടുത്ത് കാണുന്നില്ലേ? കാണുന്നില്ലേ? അമൃതയെ കാണുന്നില്ല. എന്ത് പറ്റി? ആദ്യം കണ്ടില്ല എന്ന് പറയുന്നു. എന്താ വസു? എന്താ വസു? അനന്തേട്ടാ, അമൃതയെ കാണുന്നില്ല. എല്ലായിടത്തും നോക്കി. മോള് ചിലപ്പോ കുളിക്കുകയായിരിക്കും. ഇല്ല, ബാത്റൂമിലൊന്നും ഇല്ല. പിന്നെ അമൃത എടുത്ത് ഇത് എവിടെ പോയി? നമുക്ക് ഒന്നുകൂടെ എല്ലായിടത്തും നോക്കാം. നിങ്ങൾ മുകളിൽ നോക്ക്. വാ, നമുക്ക് പോയി നോക്കാം. ഞാൻ പുറത്ത് നിങ്ങൾ നോക്കാം. ചെന്ന് നോക്ക് മക്കളെ. മോളിൽ പോയി നോക്കാം. നോക്കാം. അനന്തേട്ടാ, അമൃതേ, അമൃതേ, അമൃതേ. അമൃത എടുത്തേ. ഏട്ടാ, ഏട്ടാ, എന്തായി? ഇല്ലടാ, ഇവിടെ കാണുന്നില്ല. സമയം വാ, ദൈവമേ. നമുക്ക് നോക്കാം. അമൃത എടുത്തേ. എടുത്തേ. സാർ എവിടെ പോയി തരയും? മോളെ അമൃത മോളെ നോക്കണ്ടേ? എന്തിന്? ചുമ്മാ. മോളെ അമൃത മോളെ എങ്ങനെയുണ്ട് മോളെ? താൻ വാ, നമുക്ക് നോക്കാം. ടെൻഷൻ ആവാതെ വാ. അമൃത എടുത്തേ. ഏട്ടാ, അവിടെ ഒന്നും കാണുന്നില്ല. മോളെ. മോളെ, അനന്തേട്ടാ, എനിക്ക് വയ്യ. എന്നാലും ഈ ദിവസം തന്നെ അമൃത എന്താ ഈ കാണിച്ച്? അവിടെയൊന്നും കാണുന്നില്ല. ശ്യാമയായിട്ട് അവക്ക് എന്താ പ്രശ്നം? സമാധാനായിട്ടിരിക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. പിള്ളേരെന്തായാലും നോക്കാൻ പോയിട്ടുണ്ടല്ലോ. അമ്മേ, അച്ഛാ, അവിടെ ഒന്നും ഇല്ല. പിന്നെ ഇത് എവിടെ പോയി? ഈ കുട്ടി രാവിലെ തന്നെ ഇത് എങ്ങോട്ടാ പോയേ? ഈശ്വര, ഒരു സമാധാനവും ഇല്ലല്ലോ. അടുത്തെങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. അതെ, നീ ഒന്ന് വിളിച്ചു നോക്ക്. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുന്നേ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എങ്ങോട്ടെങ്കിലും പോകുന്ന വല്ലതും? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഏടത്തേക്ക് കുറച്ചു ദിവസമായിട്ട് ഒരു മനസമാധാനം ഇല്ലായിരുന്നു. ഇവിടെയുള്ള ആരെങ്കിലും അമൃതേടത്തിയെ ഭീഷണിപ്പെടുത്തോ മറ്റോ ചെയ്തോന്ന് അറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നത് അമൃതമോളെ വീട് വിട്ടു പോയതായിരിക്കുമെന്നാ. എവിടേക്കോ പോയി വല്ല കടുങ്കയും ചെയ്തു കാണും. ഒന്ന് നിർത്തുന്നുണ്ടോ അപ്പച്ചി? കടുങ്കൈ ചെയ്തു പോലും. ഏട്ടാ, അച്ഛൻ പറഞ്ഞതുപോലെ അമൃത എടുത്ത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും തന്നെ പോയി കാണും. ശ്യാമേ, അമൃതേടത്തിക്ക് എന്താ സംഭവിച്ചത്? അതാ ഞാനും ആലോചിക്കുന്നേ. അമൃത എടുത്ത് എവിടെ പോയതാന്ന്. ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ശ്യാമ കാരണം അമൃതേടത്തി കുറേ ദിവസമായിട്ട് കണ്ണീര് കുടിക്കായിരുന്നു. ഒന്ന് നിർത്ത്. ഞാൻ പറഞ്ഞില്ലേ, വല്ല കത്തും എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പച്ചി പറഞ്ഞ പോലെ ഇനി കത്തെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവോ? ഞാൻ എന്താ വരുന്നു, ഒന്ന് മാറിയേ. എന്റെ കൃഷ്ണ, ദൈവമേ.